എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: തത്ര മിത്ര നവസ്തവ്യം യത്ര നാസ്തി ചതുഷ്ടയം ഋണദാതാ ച വൈദ്യശ്ച ശ്രോത്രിയ സജലാ നദി. അല്ലയോ മിത്രമേ, ഇനി പറയുന്ന 4 കാര്യങ്ങളില്ലാത്ത സ്ഥലത്ത് താമസിക്കരുത്. കടം നൽകുന്നവർ, വൈദ്യൻ, വേദജ്ഞൻ, നദി. വാസയോഗ്യമല്ലാത്ത സ്ഥലം ഏതാണ് എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 കാര്യങ്ങൾ ഉള്ള സ്ഥലം വാസയോഗ്യം എന്ന് പറയുന്നു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ധനികനായിട്ട് ഒരാളെങ്കിലും വേണം. അത്യാവശ്യം ജീവിതത്തിൽ കടം വാങ്ങേണ്ടി വന്നാൽ അങ്ങനെയുള്ള ആളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാങ്ങുവാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെയാണ് കാർഷിക കാര്യങ്ങൾക്കോ മറ്റ് മംഗളകർമ്മങ്ങൾക്കോ ദാനമായിട്ടല്ല, കടമായിട്ടെങ്കിലും കൊടുക്കാൻ മനസ്സുള്ള ഒരാൾ നമ്മുടെ നാട്ടിലുണ്ടാകണം. പിന്നെ പലപ്പോഴും നമ്മൾക്ക് ജീവിതത്തിൽ രോഗം വരാം. അപ്പോൾ ആ രോഗം വന്നാൽ അതിന് ചികിത്സിക്കാനായിട്ട് ഒരു വൈദ്യൻ വേണം. അതുപോലെ തന്നെയാണ് വേദജ്ഞൻ, പാണ്ഡിത്യമുള്ള ഒരാൾ വേണം. വിദ്യാഭ്യാസം ജീവിതത്തിൽ വളരെ അനിവാര്യമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണെങ്കിൽ പള്ളിക്കൂടങ്ങൾ എന്ന് നമുക്ക് ഉദ്ധരിക്കാം. വിദ്യാഭ്യാസം, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനായിട്ട് പള്ളിക്കൂടങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ആപോമയ പ്രാണഹ, വെള്ളം പ്രാണനെ നിലനിർത്തുന്നതാണ്. അതുകൊണ്ട് ധാരാളം വെള്ളമുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ നമുക്ക് സാധിക്കൂ. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി വേണം നമ്മൾ വസിക്കാനായിട്ട്, താമസിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലം. ഈ 4 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമെന്നാണ് ഈ ഒരു സുഭാഷിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തത്ര മിത്ര നവസ്തവ്യം യത്ര നാസ്തി ചതുഷ്ടയം ഋണദാതാ ച വൈദ്യശ്ച ശ്രോത്രിയ സജലാ നദി. നദിയായാലും അതിൽ വെള്ളമുണ്ട്. സജലാ നദി എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം നിറഞ്ഞിരിക്കുന്ന നദി ആവശ്യമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ശുദ്ധമായ വെള്ളം കിട്ടൂ. അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.